ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ചക്കിയമ്മേൻ്റെ വിശേഷങ്ങൾ കേട്ടോ. പഴയ വിശേഷങ്ങളൊക്കെ നമ്മോട് പറയും, കഥ പറയും ചക്കിയമ്മ. അത് നമുക്ക് കേൾക്കാം. എന്നാൽ വീഡിയോയിലേക്ക് വരൂ. കൊയ്ത് കൊണ്ടുങ്ങാണ്ട് അത് തച്ച് കുഴിച്ച് പിന്നെ കരിമാസത്തിൽ ചേരാതെ അളക്കും ഉടമക്കാർ. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് അതേമാതിരി ചേരാതെ തരും. ഒരു അതിൽ അപ്പം പതിരുണ്ടാവും. മറ്റേ ചേറിക്കൊണ്ടുപോവുകയാണെങ്കിൽ പതിരുണ്ടാവൂല. അത് ചേരാതെ നെല്ലെന്നെയാണ് കൂലി തരിക. നെല്ലെന്നെ കൂലി തരിക, അല്ല കായൊന്നുമല്ല. അതൊന്നും അല്ല, 10 പറ നെല്ലാണ് കൊടുത്താൽ 1 പറ നെല്ല് ഞങ്ങൾക്ക് കിട്ടും, കൂലിട്ടും. എന്നിട്ട് അത് കുടി കൊണ്ടെങ്ങാണ്ട് പീടി കൊണ്ടേ കൊടുക്കേ? അല്ലല്ല, കുടിക്കൊണ്ട് ഞങ്ങൾക്ക് തിന്നും വേണ്ടേ, പീടിക്കും കൊണ്ടുപോകണം. പീടിക്കൊന്നും നെല്ലെന്നെ കൊണ്ടുപോയിരുന്നത്. ഈ നെല്ല് കൊണ്ടുപോകുക. അപ്പൊ നിങ്ങൾക്ക് 5ഓളം പഴുക്കാൻ നോക്കിക്കൊള്ളുന്നത്. 2 പേരെ നെല്ലും തരുമ്പോൾ നോക്കിയാകുമ്പോൾ പോകും. ആ 2 പേരെ നെല്ലുകൊണ്ട് ഞങ്ങൾ ചിലവ് കഴിക്കണം. പെണ്ണുങ്ങൾക്കും കൂടിയാണെങ്കിൽ 5 പേരെ നെല്ലുണ്ടാവും. ആ 5 പേരെ നെല്ലാണ് അന്നേരം പെണ്ണും ആണും കൂടി പണിയെടുക്കും. അപ്പൊ പീടി ഒരു 4 നെല്ലിന് എന്താ കിട്ടുക പീടി കൊണ്ടേ കൊടുത്താ? അത് അന്ന് എത്ര കിട്ടാതെ അങ്ങനല്ല, അങ്ങനെ പൈസ ചോദിച്ചങ്ങാണ്ടല്ല കൊടുക്കുക. അത് നായില്ലിന് മണ്ണെണ്ണ, അന്നൊക്കെ റേഷൻ പീടി ഇല്ലല്ലോ, മണ്ണെണ്ണ മേടിക്കുക. പിന്നെ അന്ന് റേഷൻ പീടി അല്ലല്ലേ? അന്ന് റേഷൻ പീടി മണ്ണെണ്ണയൊന്നുമില്ല. പിന്നെ ഈ വെറ്റിലും പോലി, ഉപ്പും മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒക്കെ ഈ 1 നാരായണ നെല്ലിന് കിട്ടും. എല്ലാ സാധനവും കിട്ടും. അന്ന് സാമാനത്തിനും വിലല്ല. സാമാനത്തിനും വിലല്ല. ഇപ്പൊ 1 നാരായണ നെല്ലുണ്ട് കൊടുത്ത തോനെ കിട്ടിയ 2 ഉറുപ്പിട്ട് കിട്ടുക. അന്നത്തെ ആ അരി തിന്നീൻ്റെ ആരോഗ്യമാണ് ഇപ്പൊ ഈ കാണുന്നത്. അന്നത്തെ നീന്തൽ ആരോഗ്യം. ഇപ്പൊ ചക്കമ്മക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഇച്ചൊക്കെ 10-80 വയസ്സ് ആക്കമ്പലായി. 80 ഇങ്ങോട്ട് ഇപ്പോഴും ഈ നേരത്ത് വന്നുകൊണ്ട് പണികളൊക്കെ എടുക്കും, മിറ്റടിച്ചു വരാനൊക്കെ വയ്ക്കും, എല്ലായിടത്തും കൂടി നടക്കാനൊക്കെ. അപ്പം ഞാൻ നല്ല നിങ്ങളിപ്പോൾ കുട്ടിയായി ഇപ്പം പാടി തന്ന പാട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഏത് പാട്ടേ പാടീന്? അച്ഛനറിയാതെ കൊച്ചുമകൾക്കൊരു സ്വന്തക്കാരനും വന്നണിഞ്ഞു, അങ്ങനെ പറഞ്ഞങ്ങടെ പാട്ട് കളി. നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. ചക്കമ്മേത് പാടി കാണിന്ന അതിനെപ്പറ്റ ഇപ്പൊ പാടാൻ കിട്ടില്ല. അത് കല്യാണി ഉണ്ട്. എന്നാലും ഒരു വരി പാടി. അച്ഛനറിയാതെ കൊച്ചുമകൾക്കൊരു സംബന്ധക്കാരനും വന്നണിഞ്ഞു, സാറാണ് അങ്ങനെ പാട്ട് കളി. അത് കല്യാണി പാടിച്ചു. അതിന് വലിയൊരു പാട്ട് കളിക്കാം നിങ്ങളുടെ ആ സച്ചിന്. അപ്പോൾ ഓള് പാടിച്ചു. പാടാൻ നല്ല രീതി ഉണ്ടായിരുന്നു ഉപ്പാക്ക്. നല്ല പാട്ട്. അങ്ങനെയൊക്കെ കണ്ടി നിങ്ങളെപ്പാനെ അന്ന് നിങ്ങളെ ഉമ്മാനെ കിട്ടിയിട്ടില്ല. ചെറുപ്പക്കാരനാണ്. ഞാനും ചെറുപ്പക്കാരത്തെ. ഞാൻ ഒന്നൊരു പെണ്ണായിട്ടും കൂടിയില്ല. അത്ര പക്ഷേ ഏറുന്നൊക്കെ ആയിട്ടില്ല. എന്നാലും വലിയ ഏറലൊന്നും. എത്ര വയസ്സിലേ പഴത്തനാട്ടിക്ക് കടിച്ച് ഇവിടേക്ക് കല്യാണം കഴിച്ചു വന്ന്? ഇങ്ങോട്ട് കല്യാണം കഴിച്ചു. പിന്നെ അന്നിപ്പോൾ എത്ര വയസ്സ് വെച്ചാൽ 10-18 വയസ്സായി. ഇവിടെ വന്നിടുമ്പോൾ 10-60 കൊല്ലായി. ചായ നല്ല ഇഷ്ടമാണ്. ചായയാണ് ഇപ്പോൾ മൂപ്പരെ. നല്ല സ്ട്രോങ് ചായ ഇട്ടണം. അതിന് പീടിയിൽ പോയി കുടിച്ചും രാവിലെ. നീച്ചേക്കന്നെ പോവോ പീടിക്ക്? നീച്ചേക്കന്നെ പീടിയിൽ പോവോ? എല്ലാ പണി ഒരുങ്ങിട്ടേ പോകും. പിന്നെ ചായ കുടിച്ച് പോരും. കടിയൊന്നുമില്ല, വെറും ചായ. അങ്ങനെ ചക്കിയമ്മ, നമ്മളെ ചക്കിയമ്മ ആയിട്ടില്ലത്, എല്ലാവരും കണ്ടോളി. ഇപ്പോഴും പണിയെടുത്തങ്ങാണ്ട് ജീവിച്ച ആളാണ്. ഞാൻ ആരോട് ഇതിലിടാനാണ്, യൂട്യൂബിലിടാനാണ്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ നമുക്കൊന്ന് ഇപ്പം തന്നെ നടക്കാൻ പറ്റും. 37 എത്ര ദൂരത്തുനിന്നാണ് നടന്നിങ്ങോട്ട് വരുന്നു അറിയോ? നിങ്ങൾ ഇവിടെ ഒന്ന് മിറ്റൊക്കെ അടിച്ചു വരച്ചു ഞങ്ങൾക്ക് എപ്പോഴേലൊക്കെ വന്നിട്ട് വയ്ക്കണ ജോലി എന്തെങ്കിലുമൊക്കെ എടുത്തു തരും. നമുക്കൊന്നും കുമ്പിട്ട് ഇപ്പോഴും മിറ്റടിച്ചാൽ പറ്റാം. 37 ഇപ്പോഴും മുറ്റടിച്ചു. കണ്ടില്ലേ നിങ്ങൾ ചക്കിയമ്മനെ? ആ പണ്ടത്തെ ആ ചോറിന്, ആ അരിൻ്റെയും ആ രാസവളമിടാത്ത അരിൻ്റെയും ചോറിൻ്റെ ഒക്കെ ആരോഗ്യമാണ് ആ കാണുന്നത്. ചക്കിയമ്മ പോണ പോട്ടെടുക്കട്ടെ. ഇങ്ങനെ ഇതിൽ പോകുമ്പോഴേ സൗകര്യം കൂടി നോക്കുള്ളൂ. അപ്പോൾ ഒന്ന് തിന്നാൻ അടക്കം. വെള്ളത്തിൽ ഇപ്പം നോക്കിയില്ലെങ്കിൽ വെള്ളത്തിലിട്ടൊക്കെ കിട്ടൂലേ. ഞാൻ അടക്ക ഇറക്കിയിട്ടാ പോകല്ലേ? അങ്ങനെ നോക്കി നോക്കണം. കിട്ടിയൊക്കെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ പോകും. അതിന് അടക്കല്ല പുള്ളി.
അപ്പോൾ ഗൈസ് നമ്മളെ ചക്കയമ്മനെ കണ്ടില്ല നിങ്ങൾ? ആ പണ്ട് പാടത്ത് പണിയെടുത്തീനോ നെല്ല് കൂലിയാന്നീനെ കൂട്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു നല്ലൊരു ആരോഗ്യമായിരിക്കും മുപ്പത്തിരക്ക്. ഈ പ്രായം എന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും നീച്ചാനേ വെക്കുന്നുണ്ടാവില്ല. നല്ല ഉഷാറായിട്ട് നടന്നു പോകുന്നുണ്ട് നിങ്ങൾ. ഒരു കുഴപ്പമില്ല കാലിനൊന്നും. എനിക്കൊന്നും അങ്ങനെ തൊടി കൂടി ഇറങ്ങി നടക്കാനേ വയ്യ. ഇതൊക്കെ പഴയ ആൾക്കാർ ഓരോ തടീൻ്റെ ആരോഗ്യം, ഈ നടത്തം, ഓലെ ഭക്ഷണം, ഓലെ പണ്ടത്തെ ഭക്ഷണം, ഓലെ അധ്വാനം, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പറയണത്. നല്ല ആരോഗ്യമാണ്. ഞാനൊന്ന് വീഡിയോ ഇട്ടതാട്ടോ, മുപ്പത്തിരോട് ചോദിച്ചിട്ട് തന്നെ വീഡിയോ ഇട്ടതൊക്കെ. അപ്പോൾ ഇട്ടോളിന്ന് പറഞ്ഞു. എപ്പോഴും ഈ കഥകൾ എന്നോട് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങളവിടെയൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ നമ്മളെ വീഡിയോ. ഇതേപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. ഒരു ഗുളികയോ മരുന്നോ ഒന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ട് 2 പൊട്ടുകൾ കണ്ട് പ്രഷറിന് നിർത്തൽ തന്നെ ഉള്ളൂ. താങ്ക് യു, നന്ദി, നമസ്കാരം എല്ലാവർക്കും.